ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ എന്നേ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ സൂലു ഉണ്ടല്ലോ, സൂലുവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. സൂലു ചാരിറ്റി ഒക്കെ നടത്തിയിട്ടുണ്ടായി. ചാരിറ്റി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടകളെ സഹായിക്കലും അതേ മക്കൾക്ക് അങ്ങനത്തെ പിന്നെ മക്കളെ സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ മുമ്പ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. നമ്മൾ തന്നെ വിചാരിച്ചു പോകും, പക്ഷെ നമ്മളെ കൊണ്ട് ഇതേമാതിരിക്ക് വീഡിയോസൊക്കെ എടുത്ത് നല്ല കാശ് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സഹായിക്കാനെന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഹസ്ബൻഡായിട്ട് പിന്നെ വേർപെട്ട് ജീവിക്കുകയാണ് കേട്ടോ. ഒഴിവാക്കിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഒഴിവായിട്ട് വേറെ വീടൊക്കെ വെച്ചിട്ട് വേറെ വീടെടുത്തിട്ട് മക്കളും 5 മക്കളും അവരും ജീവിക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് വേറെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ മോള് ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കാണിക്കാം. ഓക്കെ ഗൈസ്, ഇറങ്ങാം നമുക്ക്. അപ്പോൾ നമ്മുടെ റണക്കുട്ടി തെറ്റപ്പൊക്കെയാണ്. കുട്ടികൾക്കൊക്കെ പറ. ഓ, അവരെ പെട്ടെന്ന് കാണാതാകുമ്പോൾ അവർക്ക് സങ്കടം. ഇന്നലെ അവർ മൊത്തത്തിൽ ഭ്രാന്താക്കിയിരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ലാണ്ട് എൻ്റെ സ്റ്റഡി സ്കെഡ്യൂളിൽ മാറ്റം വരുന്നതിൽ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അത് പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ രാത്രി പഠിക്കണം വെച്ചാണ്. എനിക്ക് രാത്രി 1-2 മണി വരെയൊക്കെ പഠിക്കണം, എന്നാലേ തലയിൽ കറുത്തുള്ളൂ. കാണാം, സ്റ്റേ ട്യൂൺഡ്. ഫൈനൽസ് വീക്ക് ഓർ മൈ ഫൈനൽ വീക്ക്. അങ്ങനെയൊന്നും പറയരുത് റൺകുട്ടി. ഇത് ശരിക്കും ഈ ആൺകുട്ടികൾ വളർന്ന പോലെയൊന്നും അറിയില്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ, പെൺകുട്ടികളും കുടിക്കാം കേട്ടോ. ഐ മീൻ കൊക്കോല. അതൊന്നും പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങളൊന്നും കുടിക്കണ്ട കേട്ടോ, ഞാൻ കുടിക്കും. പക്ഷെ അതായത് എങ്ങനെയാണെന്നറിയോ, ശരിക്കും ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഒരു ഫെമിനൈൻ ആ ഒരു ഇതൊക്കെ പോയിട്ട് മസ്കുലൈൻ വരും. സ്വാഭാവികം. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം അങ്ങനെയാണ് ഇപ്പോൾ. ഈ ഫെമിനൈനും പക്ഷെ അമ്മയ്ക്ക് എൻ്റെ വേസിലൊന്നും താല്പര്യമില്ല കേട്ടോ, കാര്യം പറയാലോ. അവളുടെ എല്ലാ ചിന്താഗതികളോടും എനിക്ക് താല്പര്യമൊന്നുമില്ല, എതിർപ്പുണ്ട്. പക്ഷെ എന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അഭിനയിക്കണം നോക്ക്, ഫേക്കാണ്. പക്ഷെ എല്ലാത്തിലും കയറി ഞാൻ അങ്ങനെ ഇടപെടാറുമില്ല. സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ഭാഗങ്ങളിൽ കൊടുക്കല്ല, അത് അവളുടേതാണ്, അവകാശം. ചിലർ പറയും ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതാരും കൊടുക്കേണ്ട സംഭവങ്ങളൊന്നല്ല. ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലായിട്ട് അടിച്ചമർത്തുന്നതിനൊന്നും എനിക്ക് ഒരു ഇതില്ല. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഒരാൾ വളർന്നു വരുന്ന ആസ് എ പേഴ്സൺ, നിങ്ങൾ എങ്ങനെ തന്നെ വളർത്തിയാലും അവരുടെ ഉള്ളിലൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അവരെ അടിച്ചമർത്തി കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അവർ ഫ്രീഡത്തിന് പോകും. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ പിടിച്ച ലെവലുണ്ടാവില്ല. ഇവിടെ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ വ്യക്തിത്വം എന്താണെന്ന് എനിക്ക് ഇതുവരെ മറച്ചിട്ട് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം എനിക്കുണ്ട്. അതില്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളൊന്നും ഫോഴ്സ് ചെയ്ത് ഒരാളെ നിർബന്ധിച്ചൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ മാറ്റാൻ പറ്റൂല. അവരുടെ വ്യക്തിത്വം എന്താണോ അത് പുറത്തേരിക്കും. അതുകൊണ്ട് ആരെയും മാറ്റാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഒന്നും ആർക്കും വേണ്ട. അത് നടക്കാത്തൊരു കാര്യമാണ് കുട്ടി. നമുക്കൊരു ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മളതിന് ഇറങ്ങുക. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആരും പ്രതീക്ഷിക്കാൻ പാടില്ല. പ്രതീക്ഷിച്ചിട്ട് അവസാനം ബസ്സിൽ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ വീഡിയോ കാണും കേട്ടോ. ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ മോളൊന്ന് തട്ടടിച്ചൂടെ, നല്ലതീ പറഞ്ഞു കൊടുത്തൂടെ, മോക്ക് പിന്നെ മുടി മുഴുവൻ കാണുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അതിനെ കമൻറ്റ് കൂടുതലില്ലത്. പക്ഷെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ സുലു നല്ല ഷാളൊക്കെ കുത്തി നല്ല ഇതിലൊക്കെ നടക്കണതല്ലേ, അപ്പോൾ മോളി അങ്ങനെ ചെയ്യിച്ചൂടെ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവരുടെ സബ്സ്ക്രൈബർ തന്നെയാണ്, അവർ സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബ് തന്നെയാണ് കേട്ടോ അങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക. മോളെ അങ്ങനെ ചെയ്തൂടെ, ഷാള് നല്ല ഇട്ടൂടെ, മുടി ബൗദ്ധിക്കാണെന്നൊക്കെ വലിയത് കമൻറ്റ് ഇടുന്നത് കൂടുതലും അവരെ സബ്സ്ക്രൈബ് തന്നെയാണ്. പക്ഷെ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, സുലുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർ അതിന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേട്ടോക്കിയേ. എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു സംഭവം, നമ്മൾ റനക്കുട്ടി പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് അവളുടെ എത്ര മുടികൾ പുറത്ത് കാണുന്നുണ്ടെന്ന് എണ്ണുന്ന തിരക്കിലായിരുന്നു ഈ സമൂഹത്തിലെ ഒരു കൂട്ടം വിഭാഗത്തിലുള്ള ആൾക്കാർ. അവളിൽ എന്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, അത് പറഞ്ഞ് ആസ്വദിക്കാം എന്ന രീതിയിലേക്കും, പിന്നെ അതിലൂടെ
അങ്ങനെ പറയുന്നതിൽ ഇവർ പറയുന്നത് സിലു ഭയങ്കര ദീനും കാര്യങ്ങളും ഒക്കെ പറയലാണല്ലോ, അപ്പം എന്തുകൊണ്ട് മകളിൽ അത് കാണുന്നില്ല, എന്നാൽ പിന്നെ ഇവളും തല മറക്കണ്ട, ഞാൻ തല മറക്കണ്ട മകൾ മറക്കുന്നില്ലല്ലോ, അതായത് ഒരാൾ മറച്ചില്ലെങ്കിൽ വേറെ ഒരാൾ മറക്കണ്ട എന്ന് പറഞ്ഞ് ഇവരൊരു നിയമം ഉണ്ടാക്കുന്ന പോലെയൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് എത്ര പേരോട് ഞാൻ തല മറിച്ച് നടക്കുമെന്ന് ഞാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ 5 നേരം നമസ്കരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ എൻ്റെ വീഡിയോ ഏതിലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തല മറിക്കുന്ന പോലെ നിങ്ങൾ മറിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നു, പക്ഷെ അത് ജീവിതത്തിൽ കാണുന്നില്ല. എന്ത് മോട്ടിവേഷനാണ് ദീനുമായിട്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താ വിചാരിച്ചത്? നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് എന്തും പറയാം. അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കയറി എൻ്റെ ലൈഫിൽ എന്തും പറഞ്ഞാൽ എന്തും കേൾക്കാൻ ബാധ്യസ്ഥതയുള്ള ഒരു പെണ്ണാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് ഈ ഇതിലുള്ളത് എന്നോ ചിലർ പറയണു നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നതും കാണും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും പഠിച്ചവനും തമ്മിൽ മാത്രം അന്ന് പരലോകത്ത് വെച്ചിട്ട് ഇതാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്? നിങ്ങൾ ഒരു മുറിയിനകത്തിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഒരു ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും മാന്യമായിട്ടുള്ളൊരു വസ്ത്രം ധരിച്ച് നല്ല കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ കുറച്ച് പെൺകുട്ടികളോട് നിങ്ങൾ നന്നായി പഠിക്കുക, നിങ്ങൾ നല്ലൊരു ജോലി നേട്, സ്വന്തമായിട്ട് അധ്വാനിക്കുക, ആരും മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരരുത്, നിങ്ങൾ സൂയിസൈഡ് ചെയ്യരുത്, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? ഇത് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എപ്പോഴാണ് നിങ്ങളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട് ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ടുള്ളത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം അറിയാനായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാറ്റിനും ഒരു വ്യക്തി സ്വാതന്ത്ര്യം പടച്ചോൻ മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. പടച്ചോനക്ക് എന്താ എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ? എല്ലാവരുടെയും മനസ്സിൽ ഒരേ അളവിലുള്ള ഈമാൻ ഇട്ടുകൊടുക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ? എല്ലാവർക്കും വ്യക്തമായിട്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമ്മൾക്ക് പറയാൻ പറ്റും, എനിക്ക് അവകാശപ്പെട്ട ആരോടെങ്കിലും എനിക്ക് പറയാൻ പറ്റും. അവർ എന്നെ പേടിച്ചിട്ട് ചെയ്യുന്നതും പഠിച്ചോനെ പേടിച്ചിട്ട് സ്വന്തമായിട്ടൊരു ബോധം വന്നിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? എൻ്റെ പൊന്നു മക്കളെ, എന്താ പറയുക, എൻ്റെ മക്കളെയൊക്കെ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്, ഇങ്ങനെയാണ് വളർത്തുന്നത്. മക്കളുടെ വളർത്ത് കാര്യമൊന്നും എന്നോട് പറയണ്ട. നിങ്ങളുടെ ഒക്കെ മക്കൾ പഠിക്കുന്ന പോലെയുള്ള ഒരു കോളേജിൽ കുറേ ദിവസം ഡെയിലി പോയിട്ട് വന്ന എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കുട്ടി കോളേജിൽ എത്തിയതും ഈ പറഞ്ഞ നിങ്ങളുടെ ഹിജാബ്? അപ്പോൾ അതാണ് കേട്ടോ അവർ പറഞ്ഞതാണ്. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ നല്ലതിൽ തന്നെ വളർത്തുന്നത്, അങ്ങനെയാണ് ഇങ്ങനെ ഒരു മുടി പുറത്ത് കാണുമ്പോഴേക്കിനും ഇപ്പോൾ നരകത്ത് പോവുമോ, അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നൊക്കെയാണ് ചോദിക്കണേ കേട്ടോ. അപ്പോൾ ഒരു പിന്നെ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ പിന്നെ ആണുങ്ങളും തല താഴ്ത്തണമെന്നോ അങ്ങനെയൊക്കെ ഉള്ള അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇവർക്ക് തന്നെ നമുക്ക് എന്താ മനസ്സിലായിട്ട് എന്തോ ആയി പോയോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ പിന്നെ പറയാൻ പറ്റില്ല അല്ലേ, ഹസ്ബൻഡ് ഇങ്ങനെ വേർപിരിഞ്ഞിരിക്കുക, പിന്നെ മക്കളെ നോക്കണത്, അവരൊക്കെ ചിലവ് കാര്യങ്ങൾ എല്ലാം നമ്മളെ തലയിൽ തന്നെ ആകുമ്പോൾ നമ്മളൊരു അത്രക്കും വാശിയും കാര്യങ്ങളും ആയി പോവും. അപ്പോൾ എന്താ കാര്യം എന്നറിയില്ല. പക്ഷെ അവർക്ക് ബാഡ് കമൻറ്റ് വന്നാൽ ഒട്ടും സഹിക്കാൻ കഴിയൂല കേട്ടോ. നല്ല കമൻറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ബാഡ് കമൻറ്റ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ സുരു നല്ലോണം പറയും. അപ്പോൾ അവരെ മോൾ അവൾ നല്ല രീതിയിൽ തന്നെ വളർത്തുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ പോയാൽ അങ്ങനെ പോയി നോക്കുന്നുണ്ട്, രസമായിട്ടൊന്ന് പോയി നോക്കുന്നുണ്ട്, ആണുങ്ങളെ മടിയായിരിക്കണത്, ആണുങ്ങളെ പിന്നെ ചാരിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയില്ലെന്ന് വെച്ചാൽ ആദ്യം അവനാൻ്റെ മക്കളെ എങ്ങനെ നിൽക്കുക, എങ്ങനെ ജീവിക്കുന്നതാക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. പക്ഷേ പിന്നെ എങ്ങനെ വരിക എന്താണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് നമ്മളെ മക്കൾ വലുത് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷേ വേറെല്ലാവരും മക്കളെ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായില്ല അല്ലേ. നമ്മളെ മക്കളെ ശരിയാക്കി എടുക്കുക, അല്ലാതെ വേറെ അങ്ങനെയാണെന്നൊന്നും പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അത് കുറച്ച് ശരി കൂടുതലല്ലേ എന്നൊരു തോന്നല് കേട്ടോ. അപ്പോൾ അത് ബാക്കി കുറച്ചുകൂടി കേട്ടോ ഒന്ന് കേട്ടോക്കി. വളർത്തുന്നത് ഇങ്ങനെയാണ് വളർത്തുന്നത്. മക്കളുടെ വളർത്ത് കാര്യമൊന്നും എന്നോട് പറയണ്ട. നിങ്ങളുടെ ഒക്കെ മക്കൾ പഠിക്കുന്ന പോലെയുള്ള ഒരു കോളേജിൽ കുറേ ദിവസം ഡെയിലി പോയിട്ട് വന്ന എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കുട്ടി കോളേജിൽ എത്തിയതും ഈ പറഞ്ഞ നിങ്ങളുടെ ഹിജാബ് ഊരൂല, ഇവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുമോ? ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് നിങ്ങളുടെ മക്കളെ അങ്ങോട്ട് പൊക്കിയിട്ട് എൻ്റെ മോളിനെ എൻ്റെ മോൾ അഴിഞ്ഞാടി നടക്കുന്നു അല്ലെങ്കിൽ വേറെന്തോ കാണിക്കുന്നു എന്നുള്ള പോലെ പറയാനുള്ള അവകാശം ഈ ഭൂമിയിൽ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തമ്മിലായി. എൻ്റെ മോളോട് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മോളോട് എന്തെങ്കിലുമൊക്കെ പോയി പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ തെളിവ് കാണിച്ചു തരണോ? റാനക്കുട്ടി നീ തട്ടട്, നീ മുടി കാണിക്കല്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്, ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്തി നിങ്ങളെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് എവിടെയെങ്കിലും നിർബന്ധമുണ്ടോ? അവളായിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികൾ കോളേജിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നും വന്നതിന് ശേഷം എങ്ങനെയാണെന്നും
മറ്റുള്ള ആൺകുട്ടികളോട് എങ്ങനെയാണെന്നും ഇവർ ഈ ഷോളൊക്കെ അങ്ങോട്ട് ഊരി ആ മുടിയൊക്കെ അങ്ങോട്ട് പറപ്പിച്ച് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച്, ഇപ്പം ലിപ്സ്റ്റിക്കിനെയൊക്കെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നേരിട്ട് കാണണം. നിങ്ങളുടെ ഒക്കെ മക്കൾ അതിൽ ഉൾപ്പെടും. അപൂർവം ചില വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ആ ഹിജാബ് ഊരാതെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓരോരുത്തർ ചെക്കന്മാരുടെ മടിയിലൊക്കെയാണ് കയറിയിരിക്കലും സംസാരിക്കലും ഒക്കെ. ഒന്നും അറിയാതെ അങ്ങോട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് അങ്ങോട്ട് പറയന്നെ, ഇവള് ദീനിയായിട്ട് നടക്കുന്നു, മക്കൾ നടക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ചെറിയ കുട്ടിയാണെന്നുള്ള അറ്റ്ലീസ്റ്റ് ആ ഒരു ഇതെങ്കിലും നിങ്ങൾ കൊടുത്തൂടെ? നിങ്ങളൊക്കെ ജനിച്ച ഉടനെ ഹിജാബും ചുറ്റി ജനിച്ച ആൾക്കാരാണോ? അല്ലല്ലോ. പിന്നെ അവള് ഹിജാബ് ഇട്ടില്ല, അല്ലെങ്കിൽ അവളുടെ ഒരു 14 മുടി പുറത്ത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാരും നരകത്തിലേക്കൊന്നും പോകില്ലല്ലോ. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ മക്കളെ കുറിച്ചിട്ട് ആരെയെങ്കിലും ആ മക്കൾ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ സമൂഹത്തിനോ നാട്ടിനോ രാജ്യത്തിനോ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ മക്കളെ വളർത്താതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അതായത് അവരൊരു മനുഷ്യനാവുക. ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ടോ, പെട്ടെന്ന് അവർ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ നോക്കുക. അല്ലാതെ നിങ്ങൾ ഒരു തട്ടത്തിൽ ഇടയിൽ കൂടെ 4 മുടി കണ്ട ഉടനെ പഠിച്ചോ നിങ്ങളെ പിടിച്ചിട്ട് നരകത്തിലിടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പഠിച്ചൻ അത്ര ക്രൂരനാണോ? നന്മയും തിന്മയും അളന്നിട്ടല്ലോ ഓരോ മനുഷ്യനെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നിശ്ചയിക്കുന്നത്. ഞാൻ ഖുറാൻ ക്ലാസ് എടുക്കുന്ന ഒരാളല്ല, പക്ഷെ ഇതൊക്കെ നിങ്ങളാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇന്നാളൊരു കമന്റ് അടുത്തത് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ, നിനക്കെന്താ? അപ്പോൾ അതൊക്കെയാണ് അവൾ പറയുന്നത്. വേറെ എന്താണെന്ന് വെച്ചാൽ അവളിപ്പോൾ ഒരു മുടി കാണിച്ച് എഴുതിയിട്ട് ഇപ്പോൾ നരകത്ത് പോവോ, അങ്ങനെ ആക്കുവോ ഇങ്ങനെ ആക്കുവോ, അതൊക്കെ തന്നെയാണ് കേട്ടോ സുലു പറയുന്നത്. പിന്നെന്താ പറയലെന്ന് വെച്ചാൽ, പിന്നെ ആണുങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതെ ഉള്ളിലെടുത്ത് ആക്ഷേപിച്ച് ഉള്ളിലെടുത്താണ് പുറത്തേക്ക് പെണ്ണുങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ, നിങ്ങൾ ആണുങ്ങൾ തല താത്തി പോകണം, തല താത്തിയിരിക്കണം എന്നൊക്കെയാണ് കേട്ടോ സുലു പറയുന്നത്. അതും കുറച്ച് കൂടുതൽ തന്നെയാണ്. ആണുങ്ങൾ തല താത്തിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി കൂടിക്കുമ്പോൾ അല്ലേ, അങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ തലാത്തി പോയിട്ടുണ്ടെങ്കിൽ പണിയാവില്ലേ, അതൊരു ഇത് തന്നെയാണ്. പിന്നെ ആക്സിഡൻ്റ് ആവാനും കാര്യങ്ങൾക്കൊക്കെ ഒരു തന്നെയാണല്ലേ അത്. തലതാത്തി ആണുങ്ങൾ നിൽക്കണതും പെണ്ണുങ്ങളെ കാണുമ്പോൾ എത്ര പെണ്ണുങ്ങളുണ്ടാവും റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോ ഇതാക്കണതും പിന്നെ നടക്കണോ ഇതാക്കണോ, അതിനൊക്കെ പാടപ്പോൾ ആണുങ്ങൾ തലതാത്തി നടക്കാൻ നിന്നാൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അല്ലേ. നമ്മളെ ഭാഗം നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ആണുങ്ങളോട് പറയല്ലേ എന്തെന്ന് വെച്ചാൽ, ഈ മോശമായിട്ടില്ല നോട്ടം കാര്യങ്ങളും ഉണ്ടല്ലോ അത് ഒഴിവാക്കാന്നില്ല, അതാനായിട്ട് അവർ പറയാനുള്ളൂ. അല്ലാതെ തലതാത്തി നിൽക്കാനും ഇതിനും അത് ഒട്ടും ചേരുന്നതല്ല. പിന്നെ നമ്മളെ ഭാഗം ശ്രദ്ധിക്കുക. അതേമാതിരിക്ക് തന്നെ ആണുങ്ങൾ പിന്നെ നമ്മളൊരു തുറച്ച് നോട്ടുണ്ടല്ലോ, ഒരു വേണ്ടാത്തൊരു നോട്ടുണ്ടല്ലോ, ആ നോട്ട് ഒഴിവാക്കുക, അത്രയും പറയാനുള്ളൂ. പിന്നെ അതാ വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് കേട്ടോക്കി. ലോകമുണ്ടെന്നും മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് ഈ കേരളത്തിന് പുറത്ത്. മലയാളത്തിന് പുറമെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുണ്ട്, അവരിലും മുസ്ലിംസ് ഉണ്ട്. അവരൊക്കെ ഉമ്മ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. തമിഴ് സംസാരിക്കുന്ന മുസ്ലിംസ് അമ്മ എന്നാണ് വിളിക്കുന്നത്, ഉമ്മ എന്നല്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ മാത്രം സ്വർഗം അങ്ങോട്ട് വിലയ്ക്ക് വാങ്ങിയ ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരോ അമ്മ എന്ന് വിളിച്ചു പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മതത്തിൻ്റെ ഭ്രാന്തുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഇവിടെയുള്ള ഹിന്ദു സുഹൃത്തുക്കൾ അവരുടെ മാതാവിനെ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ഒരു പെണ്ണ് അവരുടെ ഉമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മദർ എന്നുള്ള സ്ഥാനത്തുള്ള ഒരാളെ അമ്മ എന്ന് വിളിച്ച് പോരത്. കാരണം പഠിച്ചാൽ അങ്ങനെ പിടിച്ച് അങ്ങനെ നരകത്തിലിടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പേടിച്ചൊരു കാര്യം ഇന്നലെ കമൻറ്റിൽ വന്ന്, ഈ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് മുസ്ലിമായി ജനിക്കാത്തത് ഭാഗ്യമായിട്ട് തോന്നുന്നു, പേടിയാവുന്നു ഇവരെല്ലാം കമൻസ് കാണുമ്പോൾ. കാരണം നിങ്ങൾ അത്രയും വികൃതമായിട്ടുള്ള രൂപത്തിലാണ് ഇസ്ലാമിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഒരു മുടി കാണുമ്പോഴേക്കും നരകത്തിലേക്ക് പോവും. അല്ലെങ്കിൽ എന്താ പറയുക, അത്ര ടഫൊന്നല്ല കേട്ടോ നിങ്ങൾ ഈ പറയുന്ന പോലെ. പടച്ചോൻ മനസ്സുകളിലേക്കാണ് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലേ, ഒരു പട്ടിക്ക് എങ്ങനെയുള്ള ഒരു സ്ത്രീ വെള്ളം കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോയെന്ന്? ആ സ്ത്രീ എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? പിന്നെ നിങ്ങൾ ഹിജാബൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് തികഞ്ഞു എന്നാണ് വിചാരം. ആ മാതിരി ഡയലോഗ് കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളും അല്ല. പിന്നെ താങ്കൾ കേട്ടില്ല, അവൾ യൂട്യൂബത്തെ ഏണിങ് കണ്ടിട്ടൊന്നല്ല ജനിച്ചത്. അതേമാതിരിക്ക് തന്നെ അഴിഞ്ഞും പിന്നെ ജീവിക്കാൻ പിന്നെ കഴിയും, യൂട്യൂബില്ലാതെ ജീവിക്കാൻ കഴിയും എന്നൊക്കെയാണ് കേട്ടോ സുലു പറയുന്നത്. അത് പറയാനില്ലേ എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയും. അതിപ്പോൾ പിന്നെ യൂട്യൂബ് കൊണ്ട് തന്നെയാണ് നല്ലതിൽ പിന്നെ നല്ലൊരു ഇതിലെത്തിയിട്ടുള്ളത്.
അവരെ മുമ്പത്തെ അതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാവുമല്ലോ. അവർക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. കുറച്ച് ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെയായിരുന്നു എന്താണെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവും. അവർ യൂട്യൂബ് വെച്ചിട്ട് നല്ല റീച്ചും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, നല്ല ഏണിങ്സും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടെ യൂട്യൂബിൻ്റെ നേട്ടം തന്നെയാണ് അവൾ ഇത്രയും വിജയിച്ചത്. പിന്നെ യൂട്യൂബിൽ വന്നിട്ടില്ലെങ്കിൽ അവരാരും അറിയില്ലല്ലോ, അവരെ പിന്നെ സുലു ഏതാണെന്നില്ല അങ്ങനെ ആരും അത്രയ്ക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല, ആരും അറിയില്ല അല്ലേ. അപ്പോൾ യൂട്യൂബിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും ഇതിലെത്തിയത്. അതൊരിക്കലും മറക്കരുതില്ലേ, വന്ന വഴി ഒരിക്കലും മറക്കരുത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറയാനുള്ളത് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ യൂട്യൂബ് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ പിന്നെ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിമെന്ന് ഇങ്ങനെ മെച്ചുണ്ടാക്കിയാണ്ട് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ പോവാം. പക്ഷെ ഇതുവരെ ഉള്ളത് യൂട്യൂബിൻ്റെ കാശ് തന്നെയാണ് കേട്ടോ. അതൊട്ടും പിന്നെ എല്ലാം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പറയുള്ളത്. ഒരു സ്ത്രീ വെള്ളം കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോയിന്ന് ആ സ്ത്രീ എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? പിന്നെ നിങ്ങൾ ഹിജാബൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് തികഞ്ഞു എന്നാണ് വിചാരം. ആ മാതിരി ഡയലോഗ് കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളും അല്ല. നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാതെ ഞാൻ മരിച്ചു പോകുമെന്നുമില്ല. ഓക്കെ, യൂട്യൂബ് കണ്ടിട്ടല്ല ഞാൻ ജനിച്ചതും യൂട്യൂബിലല്ല ഞാൻ ജനിച്ച് വീണത്. അതിനു മുമ്പും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അതിന് ശേഷവും ഞാൻ ജീവിക്കും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് എനിക്ക് അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ കൂട്ടിക്കോ, ഞാൻ ഒരു മനുഷ്യനാണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ മോളുടെ കാര്യത്തിൽ നിങ്ങൾ അമ്മാതിരിയുള്ള ഡയലോഗ്സ് അടിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കുന്ന കോളേജിൽ രഹസ്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ, അതായത് ഇൻവിസിബിളായിട്ട് ആരും കാണാത്ത വല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അവിടെ എവിടെയെങ്കിലും അടുത്ത് പോയിരുന്ന് നിങ്ങളൊക്കെ പൊട്ടി തലതല്ലി ചാവും അവരൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒന്നുമില്ലെങ്കിലും എൻ്റെ മോള് എൻ്റെ മുന്നിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവൾ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, അതിലെനിക്ക് അഭിമാനിക്കാം. അവൾക്ക് പരിപൂർണമായിട്ട് തോന്നട്ടെ, എന്നിട്ട് അവൾ ചെയ്യട്ടെ. അല്ലാതെ എൻ്റെ മുന്നിൽ എന്നെ കാണിക്കാനും നിങ്ങളെ കാണിച്ച് നിങ്ങളുടെ കയ്യിൽ 4 നല്ല വാക്ക് കിട്ടുന്നതല്ല ജീവിതം. മരിക്കുന്നവരെ നമ്മുടെ ഒന്നും കൺമുന്നിലല്ലാതെ അവർ ദൂരെ പോയി നിൽക്കുന്ന സമയത്തും അവരുടെ ഈമാൻ എത്രത്തോളം ഉണ്ട്, അത് അവരെത്രത്തോളം കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും, എൻ്റെ മക്കൾ ആരെയും ദ്രോഹിച്ചിട്ടോ ആരെയും കുറ്റം പറഞ്ഞിട്ടോ സുഖം കണ്ടെത്തൂല. കാരണം ഞാനത് പറഞ്ഞു കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. നിങ്ങളെ ആരെയും പോലെ ആവൂല. അതുകൊണ്ട് ആ ഒരു കാര്യം വിട്ടേക്ക്. സോ അവളെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി. പിന്നെ ചോദിച്ചിരുന്നത് അവളെല്ലായിടത്തും യാത്ര പറഞ്ഞു. അവളുടെ ഫാദറിനോട്, ബയോളജിക്കൽ ഫാദറിനോട് അവൾ യാത്ര പറഞ്ഞില്ലേ, ഒന്നുമില്ലെങ്കിൽ വാപ്പല്ലേ എന്നുള്ളത് അവൾ പറഞ്ഞു. ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു സംഭവമായിരുന്നു. എക്സാം കഴിഞ്ഞ ഉടനെ ഈ പോകണം എന്നുള്ളത്. അപ്പോൾ ഈ തീരുമാനിച്ച ദിവസം തന്നെ അവൾ ഫാദറിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയോ പോയിക്കോളിന്ന് പറഞ്ഞു. ഓക്കെ, നാട്ടിലുണ്ടാവില്ല, ആള് ടൂറ് പോയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതെന്തെങ്കിലും മാറ്റി പറയുമായിരിക്കും, അത് കുഴപ്പമില്ല. നാട്ടിലുണ്ടാവില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ നിർത്തുക. അല്ലാതെ വേറെ ഇല്ലല്ലോ മക്കളെ നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു അധികാരം ഇല്ല അല്ലേ. അവർ മടിയിലിരിക്കുന്നുണ്ട്, മറ്റേടുക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പോയി നോക്കി, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ മോളെ ഞാൻ നല്ല രീതിയിൽ വളർത്തി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെയിട്ട് അവൾ പറയുന്നത്. പക്ഷെ അതൊരിക്കലും പിന്നെ നമ്മൾ സഹകരിക്കാൻ പറ്റില്ല. ഒരിക്കലും അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. നമ്മളെ മക്കളത്ര നമ്മൾ മോശമാക്കി നല്ലതാക്കി പറഞ്ഞാലും വേറെ മക്കൾ അങ്ങനെ മോശമാക്കി പറയാൻ ഒട്ടും പറ്റില്ല. അതൊരിക്കലും നല്ലതല്ലേ അല്ലേ. അപ്പോൾ ബാഡ് കമൻറ്റും വരും. ഇപ്പോൾ നമ്മളൊരു പിന്നെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാഡ് കമൻറ്റും വരും, നല്ല കമൻറ്റും വരും അല്ലേ. ആ രണ്ടും ഉൾക്കൊള്ളാൻ കഴിയണം. സുലുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാഡ് കമൻറ്റ് വന്ന ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. നല്ല കമൻറ്റ് പ്രശ്നമില്ല, ബാഡ് കമൻറ്റ് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളാണ് കേട്ടോ സുലു. ഇപ്പോൾ ചെറിയൊരു നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു വീഡിയോ ഇട്ടാലും നല്ല വീഡിയോ ഇട്ടാലും ഒരു 2-3 ആൾക്കാരായാലും ബാഡ് കമൻറ്റ് ഇടാത്ത ഉണ്ടാവില്ല. അതിലൊട്ടും കുറ്റം ഉണ്ടാവില്ല കേട്ടോ. 2-3 ആൾക്കാരിൽ എന്തെങ്കിലും ഒരു ബാഡ് കമൻറ്റ് വരും കേട്ടോ. അത് എല്ലാ വീഡിയോക്കും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതാണ് അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.